സോഷ്യലിസ്റ്റ് കളക്റ്റീവ് സംഘടിപ്പിച്ച സോഷ്യലിസ്റ്റ് സദസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ നേരിട്ട് നേതൃത്വം നൽകുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്ന് രാവിലെ പമ്പയിൽ ത്രിവേണി സംഗമത്തിൽ വച്ച് ആരാധ്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ആ സംഗമത്തിൻ്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സോഷ്യലിസ്റ്റ് സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സോഷ്യലിസ്റ്റ് കളക്റ്റീവിനെ കുറിച്ച് രണ്ട് വാക്കുകൾ ആമുഖമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ കടന്നു വരാത്തതായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് ഈ സദസ്സിൽ പങ്കെടുക്കുകയാണ്. പതിനെട്ടാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ ഒരുപാട് മാറ്റമുണ്ടായി. ആ മാറ്റമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം 5ാം സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടി BJPയും സംഘപരിവാറുമൊക്കെ പറയുന്നത്. നമ്മെ ഒരു കാലത്ത് ഭരിച്ച ബ്രിട്ടൻ പോലും ലോക സമ്പദ്ഘടനയിൽ 6ാമത്തെ ശക്തിയാണ്. നമ്മെ ഭരിച്ച ബ്രിട്ടനെ പോലും പിന്തള്ളിക്കൊണ്ട് 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലത്തിൻ്റെ ഭരണ നേട്ടമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റും അതിന് നേതൃത്വം നൽകുന്ന ശ്രീ നരേന്ദ്രമോദിയും ഒക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മാധ്യമങ്ങളോ നമ്മുടെ സോഷ്യൽ മീഡിയയോ ഒക്കെ ചർച്ച ചെയ്യാതെ വിട്ടുപോകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആഗോള പട്ടിണിക സൂചികയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം 111ആണ്. നമ്മുടെ രാജ്യത്തെക്കാളും ഉയർന്ന സ്ഥാനത്താണ് നമ്മൾ ദരിദ്ര രാജ്യം എന്നൊക്കെ പറയുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ തന്നെ. അന്തർദേശീയ അക്രഡിറ്റഡ് ഏജൻസീസ് ആയിട്ടുള്ള ഓക്സ്ഫാമും അതുപോലെയുള്ള സംഘടനകളും ഇന്ത്യയും ലോകത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം പറയുന്നത് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസം ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള വ്യത്യാസമുണ്ടായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ്. പക്ഷെ ആ വ്യത്യാസങ്ങളെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അസമത്വമെന്ന് പറയുന്നത് അത് തുലനം ചെയ്യപ്പെടുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടല്ല, ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളായിട്ടുള്ള റുവാണ്ട തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലുള്ള സാമ്പത്തിക അസമത്വങ്ങൾക്ക് തുല്യമാണ് നമ്മുടെ രാജ്യത്തിലെ സാമ്പത്തികമായ അസമത്വങ്ങൾ. നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ രാജ്യത്ത് 2 പേർ അതിദാരിദ്ര്യത്തിലേക്ക് കടക്കുകയാണ്. 134 കോടിയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ 62 കോടി ജനങ്ങൾ പ്രതിദിനം 375 രൂപ കൊണ്ട് വയറിറുക്കി കെട്ടി ജീവിക്കേണ്ട ദുസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഒരു കാലഘട്ടത്തിലും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് 85 കോടി ജനങ്ങൾ, 134 കോടി ജനങ്ങളിൽ 85 കോടി ജനങ്ങൾക്ക് റേഷൻ വിതരണം ചെയ്യാതെ അവർക്ക് ജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹത്തെക്കാളും RSSന് സ്വീകാര്യനായിട്ടുള്ള നിതിൻ ഗഡ്കരി പറയുന്നത് നമ്മുടെ രാജ്യം പുരോഗമിക്കുകയും 5ാം സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും ദാരിദ്ര്യത്തിലും തീണ്ടലിലുമൊക്കെ ജീവിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ
മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് 5ാം സാമ്പത്തിക ശക്തിയായി എന്ന് പറയുന്നത് 142 ശതകോടീശ്വരന്മാരുടെ സമ്പത്തിൻ്റെ പെരുമ കൊണ്ടാണ്. ആ ചങ്ങാത്ത മുതലാളിത്വം എന്ന് അവകാശപ്പെടുന്ന സർക്കാർ വഴിവിട്ട് നൽകുന്ന സഹായ സഹകരണങ്ങൾ, അതിൻ്റെ നേട്ടം കൊയ്യുന്നത് മുഴുവനും നമ്മുടെ രാജ്യത്തിലെ 142 ശതകോടീശ്വരന്മാരാണ്. ആ 142 ശതകോടീശ്വരന്മാരുടെയും സമ്പത്ത് ചേർത്ത് വച്ചാൽ അത് 719 ലക്ഷം കോടി $US വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിലെ പ്രതിവർഷ ബഡ്ജറ്റിനേക്കാൾ അതിൻ്റെ 10 മടങ്ങുണ്ട് അവരുടെ മൊത്തം ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തികമായ അസമത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ ആ ഫാസിസത്തെ നേരിടാനായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് പ്രയോഗത്തിൽ വിജയം കണ്ട ഒരു സൈദ്ധാന്തിക അടിത്തറയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 1 വർഷക്കാലമായി നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് വിശ്വാസികളെ ഏകോപിക്കുന്നതിനും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തന പരിപാടികളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ടതിൻ്റെ 90ാം വാർഷികം നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് ഇതേ ഹാളിൽ വച്ചിട്ടാണ് ആരാധ്യനായിട്ടുള്ള ശ്രീ MM ഹസൻ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, ഇതുപോലെയുള്ള ഒരു വൈതരണി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് മഹാത്മാജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വിദ്യുത് പ്രവാഹം പോലെ കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് പിന്നെയുള്ള 1.5 പതിറ്റാണ്ട് കാലം നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെയും ആത്മാവും ജീവനും പരമാത്മാവും എല്ലാമായിട്ട് ഗാന്ധിജി മാറി. ഗാന്ധിജിയുടെ അഹിംസയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമരമാർഗങ്ങളാണ് പിന്നെ കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് പ്രയോഗത്തിൽ വരുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനവും അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ദണ്ഡിയാത്രയും ഉപ്പു സത്യാഗ്രഹവും ഒക്കെ ഗാന്ധിയൻ തത്വസംഹിതയിൽ അധിഷ്ഠിതമായി ഒരിക്കലും അക്രമത്തിൻ്റെ പാതകൾ സ്വീകരിക്കാതെ സമന്വയത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സദ്ഭാവത്തിൻ്റെയും പാത സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയത്. പക്ഷേ ആ കാലയളവിൽ അന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻ നേതാക്കന്മാരായിട്ടുള്ള കുറേ യുവ നേതാക്കന്മാരുണ്ടായിരുന്നു. ആ യുവ നേതാക്കന്മാരുടെ മനസ്സുകളിൽ സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരികളായിട്ടുള്ള ബ്രിട്ടനെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് തുരത്തി ഓടിക്കുവാൻ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിനും ഈ അഹിംസാ തത്വത്തിനും കഴിയുമോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച യുവാക്കളായിട്ടുള്ള ദേശീയ നേതാക്കന്മാരുണ്ടായിരുന്നു. ജയപ്രകാശ് നാരായണൻ, അജൂത് പട്വർത്തൻ, യൂസഫ് മെഹ്റലി തുടങ്ങിയിട്ടുള്ള ഒരുപറ്റം നേതാക്കൾ. അവർ തങ്ങളുടെ നേതാവായിട്ട് അന്ന് കണ്ടത് പണ്ഡിറ്റ് ജി ശ്രീ ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യലിസത്തിനോട് ആവേശവും നമ്മുടെ രാജ്യം സ്വതന്ത്രമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ട ഭരണ സംവിധാനം സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും അതുകൊണ്ട് മാത്രമേ നാട്ടുരാജാക്കന്മാരുടെയും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും കീഴിൽ മനുഷ്യരാണെന്ന് പോലും കരുതാതെ ചവിട്ടി തേച്ചരയ്ക്കപ്പെട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ലക്ഷങ്ങൾ വരുന്ന കോടികൾ വരുന്ന സാധാരണക്കാരും പട്ടിണിക്കാരുമായിട്ടുള്ള ജനങ്ങളെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ആ നേതാക്കന്മാരാണ് 1934 കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്ന പറ്റ്നയിൽ വച്ച് 1934 മെയ് മാസം 17-ാം തീയതി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. അവരുടെ പ്രസിഡൻ്റായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുള്ള ആചാര്യ നരേന്ദ്രദേവിനെയും ജനറൽ സെക്രട്ടറിയായി ശ്രീ ജയപ്രകാശ് നാരായണനെയും തൻ്റെ സെക്രട്ടറി ആയിട്ട് ശ്രീ സഖാ VM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയുമാണ് അവർ തിരഞ്ഞെടുത്തത്. ഒരു പക്ഷേ ഗാന്ധിജിയുടെ പ്രവർത്തന രീതികളോടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തു എന്നുള്ളത് കൊണ്ടായിരിക്കാം നെഹ്റു അതിൻ്റെ ഭാഗമായില്ല. എന്തുകൊണ്ടോ നെഹ്റു ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ രംഗത്തേക്ക് കടന്നു വന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരോക്ഷമായ പിന്തുണയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരോക്ഷമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന പാർട്ടി പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെയും മൗനാനുവാദം ഈ കോൺഗ്രസ്സിലെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു നിബന്ധനയുണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ അംഗത്വമുള്ളവർക്ക് മാത്രമേ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകാൻ കഴിയുകയുള്ളൂ. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള അവരുടെ ശക്തിയും അവരുടെ സ്വാധീനവും മനസ്സിലാക്കണമെങ്കിൽ
1942 നമ്മൾ ഈ അഹിംസയിൽ അടിസ്ഥിതമായിട്ടുള്ള സമരമാർഗങ്ങൾ പോരാ, ബ്രിട്ടൻ ഇന്ത്യ വിട്ട് പുറത്തു പോകണം, ക്വിറ്റ് ഇന്ത്യ എന്നുള്ള സമരം കോൺഗ്രസിനെ കൊണ്ട് അംഗീകരിപ്പിച്ചത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു. അപ്പോൾ ആ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് തന്നെ, ആ വാക്ക് തന്നെ അന്ന് കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത് ഏറ്റവും പ്രമുഖനായ സോഷ്യലിസ്റ്റ് യൂസഫ് മെഹ്റലി ആയിരുന്നു. അത് ഗാന്ധിജി അംഗീകരിച്ചു. കോൺഗ്രസിൻ്റെ പ്രവർത്തന പരിപാടിയായി, കോൺഗ്രസിൻ്റെ പ്രക്ഷോഭ പരിപാടിയായി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കപ്പെട്ടു. ആ ക്വിറ്റ് ഇന്ത്യ സമരം അന്നുവരെ നടന്നിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനെ 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം അന്നുവരെയുള്ള സമരങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്ന തരത്തിലൊരു വിപ്ലവ പോരാട്ടമായിട്ടത് മാറി. അന്നുവരെ ബ്രിട്ടൻ കണ്ടുകൊണ്ടിരുന്ന സമരമായിരുന്നില്ല അത്. ഒരുപാട് ഇടങ്ങളിൽ, നഗരങ്ങളിൽ, എല്ലായിടത്തും ദേശാഭിമാനികളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ബ്രിട്ടീഷ് പട്ടാളത്തിനെ നേരിടുവാനായിട്ട് തെരുവിലേക്ക് ഇറങ്ങി. ബ്രിട്ടീഷ് വാഹനങ്ങളും ബ്രിട്ടീഷ് കെട്ടിടങ്ങളുമെല്ലാം തീക്കിരയായി. അന്നുവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനെ സ്തംഭിപ്പിക്കുന്ന സ്ഥലത്തിലേക്ക് ഒരു ഉജ്ജ്വല പോരാട്ടമായിട്ട് മാറ്റുവാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ക്വിറ്റ് ഇന്ത്യ സമരം വേദിയായിരുന്നുവെങ്കിൽ ആ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് 1939 ആയപ്പോൾ അന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ വിട്ട് കമ്മ്യൂണിസ്റ്റുകൾ പുറത്തുപോയി. അന്ന് കമ്മ്യൂണിസ്റ്റുകൾ എടുത്തിട്ടുള്ള സമീപനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ ഉജ്ജ്വല പോരാട്ടമാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിടുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അത് അവർക്കൊരു വലിയ ഒരു തിരിച്ചറിവായിരുന്നു. ഇനി ഈ രാജ്യത്ത് ഭരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകിയത് ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. 47 നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ വിജയം തന്നെയായിരുന്നു. ഞാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യവും നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഒക്കെ മുന്നോട്ടുള്ള ഗതിക്രമത്തിൽ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ആ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് കഴിഞ്ഞത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രം, സോഷ്യലിസം, ജനാധിപത്യ മതേതര സോഷ്യലിസം എന്നും പ്രസക്തമാണ്. ആ സൈദ്ധാന്തിക അടിത്തറയിലേക്ക്, ആ സിദ്ധാന്തത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് വിശ്വാസികളെ ഏകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ 90-ാം വാർഷികം ആഘോഷിക്കുവാനായിട്ട് തീരുമാനിച്ചത്. നമ്മളതൊക്കെ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. വളരെ ശക്തമായ അടിത്തറ നമ്മുടെ തിരുവിതാംകൂറിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായതിൻ്റെ തെളിവാണ് 1954 തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ശ്രീ പട്ടം താണുപിള്ള സാറ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു. 1960 നമ്മുടെ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്തത് വീണ്ടും ശ്രീ പട്ടം താണുപിള്ളയും സോഷ്യലിസ്റ്റ് പാർട്ടിയും തന്നെയായിരുന്നു. അങ്ങനെ ഉജ്ജ്വലമായിട്ടുള്ള ചരിത്രം നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലുമുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഫാസിസത്തിനെ തകർക്കുവാനും നേരിടുവാനും ഉള്ള ശക്തിയും യോജസ്സും ഉള്ളത് സോഷ്യലിസ്റ്റ് ഐഡിയോളജിക്കാണെന്നുള്ള തിരിച്ചറിവാണ് ഒരുപറ്റം ആളുകളെ ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും ജനങ്ങളിൽ എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒട്ടനവധി പരിപാടികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സോഷ്യലിസ്റ്റ് സദസ്സ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സോഷ്യലിസ്റ്റ് സദസ്സ് നമ്മുടെ ഇന്ന് ഒരുപക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനോമുഖരങ്ങളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്തതാണ് 2018 യുവതീ പ്രവേശനത്തോടനുബന്ധിച്ച് ഈ മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും കൂടി നടത്തിയിട്ടുള്ള ഭരണകൂട ഭീകരത. ഞാൻ ഇന്നലെ ഹൈക്കോടതിയിൽ നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ അന്ന് 2018 ഈ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴും അന്ന് ലോകം ദർശിച്ചത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ സഹോദരിമാർക്കും അമ്മമാരും ലിംഗസമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പ ദർശനത്തിനു വേണ്ടി ദാഹത്തോടും മോഹത്തോടും നിൽക്കുന്നു എന്നുള്ള ഒരു പബ്ലിക് പെർസെപ്ഷനാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. ആ ധാരണ തകർത്തെറിയപ്പെട്ടത് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള നാമജപ ഘോഷയാത്രയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന നാമജപ ഘോഷയാത്രയിൽ ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാരും സഹോദരിമാരുമാണ് പങ്കെടുത്തത്. ആ അമ്മമാരും സഹോദരിമാരും പറഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിത്യബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പ ദർശനത്തിനും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളും
യാതൊരു ഭേദവും കൂടാതെ നടക്കണമെന്നുള്ളതാണ് ഈ കേരള സംസ്ഥാനത്ത് അയ്യപ്പ വിശ്വാസികളുടെ ആഗ്രഹമെന്ന് പ്രഖ്യാപിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള സമരമായിരുന്നു NSSൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നാമജപ ഘോഷയാത്രകൾ. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. നമ്മുടെ അന്ന് നിങ്ങൾക്കറിയാൻ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. പാറശാല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യമതിൽ സൃഷ്ടിക്കുക, ഓരോ ജില്ലകളിലും ജനങ്ങളെ CPMൻ്റെ നേതൃത്വത്തിലുള്ള ജനാവലിയുടെ മുമ്പിൽ മുഖ്യമന്ത്രി നേരിട്ട് അവതരിപ്പിച്ച് നമ്മുടെ രാജ്യത്തിനെ പുരോഗമനപരമാക്കുന്നതിനു വേണ്ടിയിട്ട് ജെൻഡർ ഇക്വാലിറ്റിക്കും ലിംഗസമത്വത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളിലെല്ലാം കൂടി വന്നിട്ടുള്ളത് 20-ാം നൂറ്റാണ്ടിൻ്റെ നവോത്ഥാന നായകന്മാരായിട്ടുള്ള നാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെയും അയ്യങ്കാളിക്കും പുറകെ 21-ാം നൂറ്റാണ്ടിൻ്റെ നവോത്ഥാന നായകനായിട്ട് കേരള മുഖ്യമന്ത്രി ചരിത്രത്തിൻ്റെ ഇടങ്ങളിൽ സ്ഥാനം പിടിക്കാൻ പോകുന്നു എന്നാണ് അന്ന് പാടിക്കൊണ്ടിരുന്നത്. ഇരുമുടി കെട്ടുകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോലീസിൻ്റെ താണ്ഡവം പമ്പയിലും ത്രിവേണി സംഗമത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു പത്തനംതിട്ടയിലുള്ള ഒരു നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറെ അന്ന് ആ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാരണമായിട്ട് പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് ഉണ്ട്. അതായത് നമ്മുടെ സർക്കാർ സർവീസിലുള്ള ആളുകൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യം. ആ ഗവൺമെൻറ് കോൺട്രാക്ട് സർവൻസ് റൂൾസിൻ്റെ അകത്ത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഭേദഗതി കൊണ്ടുവന്നു. അതായത് സർക്കാർ സർവീസിലുള്ളവർ ജാതി മത സംഘടനകളിൽ ഭാരവാഹിയാകുവാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല, അത്തരത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടിയിട്ട് പൊതുപിരിവ് നടത്തുവാനായിട്ട് പാടില്ല. അത് സദുദ്ദേശപരമായിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു അമെൻമെൻ്റാണ്. എനിക്ക് സാറിനൊക്കെ അറിയാം. കാരണം ഇതിൻ്റെ ആദ്യത്തെ വർഗീയ ജാതി മത സംഘടനകൾ എന്ന് പറയും. അപ്പോൾ ഈ പ്രൊവിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സാധു സ്ത്രീക്കെതിരായിട്ട് സർക്കാർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തത്. അവരൊരു ജോലി കിട്ടിയിട്ട് 2-3 വർഷമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ ഒരു കരയോഗത്തിൽ അംഗമെന്നുള്ള നിലയ്ക്കാണ് നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഒരു അമ്പലത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഘോഷയാത്രയാണ്. അപ്പോൾ അവരുടെ ഭർത്താവിന് ജോലിയില്ല, അവർക്ക് വയസ്സായിട്ടുള്ളൊരു അമ്മയുണ്ട്, 2 മക്കളുണ്ട്, യാതൊരു നിവൃത്തിയുമില്ല. അവർക്ക് അതിനേക്കാൾ ഉപരി അവരുടെ ഒരു സംഘടന, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പിള്ളേരുണ്ട്, ആ പിള്ളേർക്ക് പരീക്ഷ എത്താൻ പോവുകയാണ്. ആ പരീക്ഷയ്ക്ക് അവർക്ക് തുടർന്ന് പഠിപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആ ടീച്ചറുടെ ദുഃഖമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇതിനെ ചോദ്യം ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രൊവിഷൻ നിൽക്കത്തില്ല. കാരണം ഇത് നിങ്ങൾ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ഭാരവാഹിയല്ല, നിങ്ങളൊരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അത് നാമജപ ഘോഷയാത്രയിലാണ് നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്. നമുക്കിത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അങ്ങനെ കോടതിയിൽ അത് ചലഞ്ച് ചെയ്തു. അപ്പോൾ അത് ഹൈക്കോടതി പറ്റത്തില്ല, അത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. അന്ന് സർവീസ് സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കപ്പെടുന്നത് നമ്മളെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ആ കേസ് കൊടുത്തു. അപ്പോൾ ആ കേസെടുത്തു 5-10 മിനിറ്റ് നേരം ഞാൻ അതിൻ്റെ ഫാക്സ് എല്ലാം ഒന്ന് പറഞ്ഞു. ഫാക്സ് എല്ലാം പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുള്ള അംഗം പറഞ്ഞത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ നമ്മുടെ രാജേന്ദ്ര സാറായിരുന്നു. അപ്പോൾ രാജേന്ദ്ര സാറ് പറഞ്ഞു, ഞാനിത് സെറ്റിസൈഡ് ചെയ്യാൻ പോവുകയാണ്, ഇത് നിൽക്കത്തില്ല. നിങ്ങൾ ഒരു പ്രതിഷേധിക്കുവാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനാപരമായി നൽകപ്പെട്ടിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അവരൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാരവാഹിയല്ലാത്ത ഒരു സ്ത്രീയോട് നിങ്ങളൊരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് അതൊരു പൗരൻ്റെ ആത്യന്തികമായിട്ടുള്ള ഭരണഘടനാ പൗരമായിട്ടുള്ള മൗലികമായ അവകാശമാണ്. ഇതെങ്ങനെയാണ് നിൽക്കുന്നത്? അത് സസ്പെൻഷൻ മാത്രമല്ല, ഞാൻ ഇവർക്കെതിരായിട്ട് എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ ഞാൻ റദ്ദാക്കാൻ പോകുന്നു. സർക്കാരിൻ്റെ അഭിഭാഷകൻ വലിയ ബഹളമുണ്ടാക്കി. ഇത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വളരെ റാമിഫിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഉത്തരവായിരിക്കും. അതുകൊണ്ട് ഇത് കേസ് ഇന്ന് വന്നിട്ടുള്ളതേ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞ് കേസ് വെക്കണം. ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്തോട്ടെ. കോടതി പറയും ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഇന്ന് 3 മണി വരെ സമയം തരും. ആ 3 മണിക്കുള്ളിൽ ഗവൺമെൻറ്റിന് എന്താണോ പറയാനുള്ളതെന്നുള്ളത് പറയണം. 3 മണിക്ക് കേസെടുത്തപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ഇവർ മുദ്രാവാക്യം വിളിച്ചു, ഇവർ സർക്കാരിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതൊരു പ്രതിഷേധ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്നുള്ളതല്ല, സർക്കാരിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു. അപ്പം ഞാൻ വിളിച്ചു മുദ്രാവാക്യം, സ്വാമിയേ ശരണം അയ്യപ്പ എന്നുള്ളൊരു മുദ്രാവാക്യം അവർ വിളിച്ചു. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു, ആ മുദ്രാവാക്യം അവർ വിളിച്ചു. സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നവർ മുദ്രാവാക്യം വിളിച്ചു. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഇതുപോലൊരു ഇഷ്യൂ വന്നു. അത് മറ്റൊന്നുമല്ല, പമ്പയിൽ ശരണം വിളിക്കരുത് എന്ന് പറഞ്ഞൊരിക്കൽ സർക്കാരും ദേവസ്വം ബോർഡും കൂടെ പറഞ്ഞു.
അവിടെ ശരണം വിളി പറ്റത്തില്ല, അത് മുദ്രാവാക്യം വിളി, റേസിംഗ് ഓഫ് സ്ലോഗൻസ് ആണ്, മുദ്രാവാക്യം വിളിയാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയിലുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഒരു ഹിന്ദു പ്രൊസഷൻ, ആ പ്രൊസഷൻ എന്ന് പറയുന്നത് ഒരു ശവമഞ്ച യാത്ര പോലെ പോകാൻ പറ്റത്തില്ല. ഭഗവാനോടുള്ള ആത്യന്തികമായിട്ടുള്ള ഭക്തിയുടെ നിറവെന്ന് പറയുന്നത് തുള്ളിച്ചാടിയും അതിൻ്റെ സ്തോത്ര ഗീതങ്ങൾ പറഞ്ഞുമാണ് പോകേണ്ടത്. അത് എല്ലാ വിഭാഗം ജനങ്ങളും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വാമി ശരണം വിളിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുദ്രാവാക്യത്തിൻ്റെ പരിധിയിൽ വരില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ജുഡീഷ്യൽ ഓഫീസർ പറഞ്ഞത്, അവർ വിളിച്ചിട്ടുള്ളത് സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നുള്ളതാണെങ്കിൽ അതൊരിക്കലും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിയുടെ പരിധിയിലോ സർക്കാരിനെതിരായിട്ടുള്ള മുദ്രാവാക്യവുമായിട്ട് അതിനൊരിക്കലും കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സെറ്റസൈഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ 2018 ഒന്നാം പിണറായി സർക്കാർ ഒരു ഭരണകൂട ഭീകരതയാണ് അഴിച്ചുവിട്ടത്. എന്തിനാണ് അഴിച്ചുവിട്ടത്? നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്മുടെ ആ അയ്യപ്പ ദർശന, നമ്മുടെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ, നിത്യബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പൻ്റെ അവിടെ ആർത്തവമുള്ള സ്ത്രീകളെ കയറ്റില്ല എന്നുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ടൈം ഇമ്മോറിയൽ എന്ന് നമ്മുടെ നിയമത്തിൽ പറയും. അത്തരത്തിലുള്ള ഒരു ആചാര അനുഷ്ഠാനത്തിനെ തകർത്തെറിയുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഭരണകൂട ഭീകരത മുഴുവനും സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗവർണൻസ് അല്ലെങ്കിൽ ഭരണം നടക്കുന്നത്. ആ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്ന നമ്മുടെ രാജ്യം ജനാധിപത്യ മതനിരപേക്ഷ ഒരു സോഷ്യലിസ്റ്റ് പരമാധികാര രാഷ്ട്രമായിരിക്കുമെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിവക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് നാട്ടുരാജാക്കന്മാരും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമാണ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ പല നാട്ടുരാജാക്കന്മാരും ആ നാട്ടുരാജാക്കന്മാരുടെ മതത്തിനനുസരിച്ച് മതങ്ങൾക്ക് രക്ഷകർത്തൃത്വം കൽപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ അതൊന്നും അത് ആ കാലഘട്ടത്തിൻ്റെ രീതി അതായിരുന്നു. നമ്മളെല്ലാവരും തിരുവിതാംകൂറുകാരാണ്. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിട്ട് ഇന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെയാണ്. ആ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ എത്തിയത് 8 വീട്ടിൽ പിള്ളമാരെ മുഴുവൻ നിഗ്രഹിച്ചു കൊണ്ടാണ്. അപ്പോൾ 8 വീട്ടിൽ പിള്ളമാരെ മുഴുവൻ നിഗ്രഹിച്ചപ്പോൾ അന്ന് നമ്മുടെ ചരിത്രം പറയുന്നത്, ഇപ്പം ഐവറി ത്രോൺ എന്ന് പറഞ്ഞുകൊണ്ട് മനു എസ് പിള്ള എഴുതിയിട്ടുള്ള നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഒരു ചരിത്ര ആഖ്യായികയുണ്ട്. ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ തിരുവിതാംകൂറിൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സുവർണ്ണ ലിപികളിൽ എഴുതാൻ കഴിയുന്നതാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണാധികാരം. അപ്പോൾ 8 വീട്ടു പിള്ളമാരെന്ന് പറയുന്നത് അന്ന് രാജ്യത്തിലെ ജനങ്ങളുടെ പ്രിയങ്കരരായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ചെറിയ സായുധ സേനയുണ്ട്. നാട്ടിൽ പട്ടിണി വന്നു കഴിഞ്ഞാൽ ആ പട്ടിണി മാറ്റാനായിട്ടുള്ള സംവിധാനമുണ്ടാകും, ധാന്യങ്ങൾ വിതരണം ചെയ്യും. അദ്ദേഹം രാജാവായിട്ട് അഭിഷിക്തനായെങ്കിൽ പോലും ജനങ്ങളുടെ പ്രതിഷേധവും ജനങ്ങളുടെ വെറുപ്പുമൊക്കെ 8 വീട്ടിൽ പിള്ളമാരെ നിഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു മാർഗം കണ്ടുപിടിച്ചു. നമ്മുടെ തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭന് സമർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ ഇനി രാജ്യത്ത് ഭരണം ചെയ്യുന്നത് പത്മനാഭൻ്റെ ദാസനായിട്ടായിരിക്കുമെന്നാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം പത്മനാഭദാസനായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പ്രതിനിധി, ജനങ്ങൾ മുഴുവനും ഭക്തിയോടുകൂടി വിജയിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം രാജ്യഭരണം നടത്തിയത്. ഇതെല്ലാ കാലത്തും രാജ്യത്ത് നടന്നിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് വത്തിക്കാനിൽ പോപ്പ് ഭരിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തുള്ള നാട്ടുരാജാക്കന്മാരും, അത് ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ, തങ്ങളുടെ രാജാധികാരം ഉറപ്പിച്ചു നിർത്തുന്നതിനും അടിയുറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ കണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഞങ്ങൾ ഇതിൽ ഹിന്ദു മതത്തിനോ ഇസ്ലാം മതത്തിനോ ഞങ്ങളൊരു സഹായവും ചെയ്യത്തില്ല, അവരുടെ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോട്ടെ. പക്ഷേ അവർ രഹസ്യമായിട്ടൊരു കാര്യം ചെയ്തു. അവർ ബ്രിട്ടനിൽ നിന്നും മിഷണറിമാരെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു. അവർ നേരിട്ടല്ലെങ്കിൽ പോലും ആ മിഷണറിമാർക്ക് അവരുടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ മുഴുവനും അവർ നൽകി. നമ്മുടെ രാജ്യത്ത് അത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് വടക്കേ ഇന്ത്യയേക്കാൾ തെക്കേ ഇന്ത്യയിലാണ്. നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ആ മിഷണറിമാരെ ആരും കുറ്റം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മിഷണറിമാർ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, നമ്മുടെ ആരോഗ്യ സുരക്ഷാ രംഗത്തൊക്കെ വലിയ വലിയ നിസ്തുലമായ സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ക്രിസ്തുമതം പ്രചാരം നേടിയത് ബ്രിട്ടീഷുകാരുടെ സഹായം കൊണ്ടാണ്. തിരുവിതാംകൂറിൽ റെജൻസി ഉണ്ടായിരുന്നു. ആ റെജൻസിയുടെ ഭാഗമായിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയായിരുന്നു നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. 1900 നമ്മൾ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ രാജ്യം
നമ്മുടെ രാജ്യത്തിനായിട്ട് ഒരു മതം പാടില്ല. നമ്മുടെ രാജ്യം സെക്കുലർ ആയിരിക്കും, മതനിരപേക്ഷമായിരിക്കും. അപ്പോൾ മതനിരപേക്ഷമായിരിക്കുമ്പോൾ സ്റ്റേറ്റിനൊരു റിലിജൻ ഇല്ല, സ്റ്റേറ്റ് ഡിസ്പാഷനേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ട്രാവൻകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡിനെയൊക്കെ നമ്മൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. മതപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം അവരാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഭരണകൂട ഭീകരത അഴിച്ചുവിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നിന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇന്ന് കാണിക്കുന്ന ആഗോള സംഗമത്തിൽ കൂടി കാണിക്കുന്നത് ജനങ്ങളുടെ മുഖത്ത് പൊടിയിടാനായിട്ടുള്ള രാഷ്ട്രീയ കുതന്ത്രം തന്നെയാണ്. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണത വരും. ഇത് നമ്മുടെ നരേന്ദ്രമോദിക്ക് പിണറായി വിജയൻ പഠിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥിതിവിശേഷം വരും. ഇത് തുടരുവാൻ പാടില്ല എന്നുള്ള ശക്തമായ സന്ദേശം നൽകുവാനായിട്ടാണ് ഞങ്ങൾ ഈ സോഷ്യലിസ്റ്റ് സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ 14 ജില്ലകളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നാളെ എറണാകുളത്തുള്ള സമ്മേളനത്തിന് ഇത് കഴിഞ്ഞ് നമ്മുടെ ചെയർമാന് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് ഏറ്റവും ഉദ്ഘാടകനാകുവാനായിട്ട് ഏറ്റവും സ്വീകാര്യനായിട്ടുള്ളത് നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി ശ്രീ വി.എസ്. ശിവകുമാറിനാണ്. ഞാൻ അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്നവർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഗത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവാഭിവാദനങ്ങൾ.